ഇത് എൻ്റെ പുസ്തകം കൂടിയാണ് എന്ന് പറയാം. കാരണം എൻ്റെ നാടിൻ്റെ ചരിത്രം പറയുന്ന പുസ്തകമാണ്. ഇത് ഷാജികുമാറിൻ്റെ മരണവംശം എന്ന പുസ്തകം ഒരു നാട്ടിൻ്റെ ജീവിതവും അതുപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മിത്തുകളും ഒക്കെ കൂടിച്ചേർന്ന അതിമനോഹരമായിട്ടുള്ള ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ അതിമനോഹരമായിട്ടൊരു പുസ്തകം മരണവംശം, ഷാജികുമാർ. ഏർക്കാന എന്ന ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ പകയും പ്രതികാരവും രതിയും പ്രണയവും ഒക്കെ കൂടിക്കലർന്ന് ശരിതെറ്റുകൾ തിരിച്ചറിയാനാവാതെ പിടിയേണ്ടി വരുന്ന ഒരുപിടി ഗ്രാമീണ മനുഷ്യരുടെ വ്യതിത ജീവിതങ്ങളാണ് മരണവംശം നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നത്. സത്യത്തിൽ ഈ എഴുത്തുകാരൻ നമ്മളെ വേറൊരു ലോകത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. നമ്മൾ ആ ഏർക്കാനയിലാണ്. പുസ്തകം വായിക്കുമ്പോഴും എനിക്ക് പുസ്തകം വായിച്ചു തീർന്നിട്ട് ഏർക്കാനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. നാട്ടു ജീവിതവും നാടൻ കലാരൂപങ്ങളും നാട്ടിൻ്റെ ഭാഷയും പ്രാദേശികമായിട്ടുള്ള മിത്തുകളും ഇതൊക്കെ കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു സവിശേഷമായ ഒരു ടെക്സ്ചർ ആ നോവലിലുണ്ട്. ഏർക്കാന എന്ന സാങ്കല്പിക ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ദേശത്തിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും ഇഴവിരിഞ്ഞുകൊണ്ടുള്ള ആഖ്യാനമാണ് മരണവംശം എന്ന നോവലിൻ്റെ സവിശേഷത. ചെറുകഥകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പി വി ഷാജികുമാർ. അദ്ദേഹത്തിൻ്റെ കന്നി നോവൽ മരണവംശം ഇപ്പോഴിത് സിനിമയാകാനുള്ള അണിയറ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ മലബാറിൽ ഏർക്കാന എന്നൊരു ഗ്രാമം, അതൊരു സാങ്കല്പിക ഗ്രാമമാണ്. ആ സാങ്കല്പിക ഗ്രാമത്തിൽ കുടിപ്പകയും പ്രതികാരവും എല്ലാം കൂടിക്കലർന്ന് വളരെ ഒഴുക്കോടുകൂടി എഴുതിയ ഒരു നോവലാണ് പി വി ഷാജികുമാറിൻ്റെ മരണവംശം എന്ന നോവൽ. നമ്മുടെ ജീവിതം എത്രമാത്രം സങ്കീർണമായി തീരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് തീരെ അതിനെപ്പറ്റി ഒട്ടും ഒരു സങ്കീർണതകളൊന്നും ആവശ്യമില്ല, നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ തുടരുന്ന ഒരു എഴുത്തുകാരുടെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ശബ്ദം അതിനുണ്ട്. മലയാള നോവൽ സാഹിത്യത്തിന് ഈ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു വരദാനം പോലെ തന്നെയായിട്ടാണ് ഞാൻ മരണവംശത്തെ കാണുന്നത്. ചുള്ളിക്കാറ്റിൽ പേപ്പർ കഷ്ണം എന്ന പോലെയാണ് വടക്കൻ മലബാറൻ ഭാഷയുടെ വന്യമായ സൗന്ദര്യം നിറഞ്ഞ ഈ നോവൽ നമ്മെ ഏർക്കാനയിലെ നിഗൂഢതകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മരണവംശത്തിലേക്കും ഏർക്കാനയിലേക്കും സ്വാഗതം.